ഇന്നലെ പ്രാദേശികമായ നിയന്ത്രണം കൊണ്ടൊന്നുമില്ല, സ്വയം അവർ നിയന്ത്രിച്ചതാണ്. ഇന്നലത്തെ ഒരു അനുഭവം, മിനിഞ്ഞാന്ന് 5854 മെഗാവാട്ടാണ് ഉപയോഗം. ഇന്നലെ 5640 മെഗാവാട്ടായി കുറഞ്ഞു. 204 മെഗാവാട്ടിൻ്റെ കുറവുണ്ടായി. സ്വയം ആളുകൾ നിയന്ത്രിച്ചാണ്, ഒരു നിർബന്ധമല്ല. അതിൽ HT ഉപഭോക്താക്കൾ രാത്രി 8 മണി മുതൽ 1 മണി വരെ ഉപയോഗം കുറയ്ക്കാൻ നമ്മളൊരു റിക്വസ്റ്റ് നടത്തിയിട്ടുണ്ട്. അവരത് സഹകരിച്ചു. അതാണ് നമുക്ക് ഇത്രയും കുറവുണ്ടാകാനുള്ള കാരണം. നമുക്ക് വലിയ പ്രതിസന്ധിയില്ലാണ്ട് പോകാൻ സാധിക്കും. അങ്ങനെ എല്ലാവരും ഒന്ന് സഹകരിച്ചാൽ, അതേപോലെ 9 മണിക്ക് ശേഷം അലങ്കാര ദീപങ്ങൾ, അത് നിങ്ങളൊരു ക്യാമ്പയിൻ നടത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ഇതൊക്കെ ചെയ്താൽ നമുക്ക് ഒരു നിയന്ത്രണവും ഇല്ലാണ്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾ ഇന്നലെ യോഗം കൂടിയിട്ടൊരു നിർദ്ദേശം കൊടുത്തത്, രാത്രി 10 മണി മുതൽ 2 മണി വരെ ഉള്ള വ്യവസായങ്ങളുടെ ഒരു ക്രമീകരണം നടത്തണം എന്നാണ്. അതേപോലെ ഇപ്പോൾ AC വയ്ക്കുന്നു. AC വയ്ക്കുമ്പോൾ 22-ലോ 23-ലോ വയ്ക്കുന്നതിന് പകരം 26-ലോ വെച്ചാൽ നമുക്ക് അത്രയും ലാഭം കിട്ടും. അതേപോലെ ഇപ്പോൾ സോളാർ വെച്ചതിൻ്റെ ഒരു വിഷമമല്ല. സോളാർ വെച്ചപ്പോൾ ഒരു AC ഉണ്ട്, അവിടെ സോളാർ വെച്ചപ്പോൾ 5 AC ആയി. അതൊക്കെ ഉപഭോക്തൃ ഇപ്പോൾ സ്വയം ഒരു നിയന്ത്രണം വരുത്തിയാൽ നമുക്ക് ഒരു കുഴപ്പമില്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇതാണ് ചുരുക്കത്തിൽ. അങ്ങനെയില്ല, ഓരോ ഈ ഡെപ്യൂട്ടി സിമാരുടെയും നിയന്ത്രണത്തിലുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ എല്ലാവിടെയും അത് വേണ്ട വരില്ല. ഏറ്റവും കൂടുതലായി സാധാരണതയിൽ വെച്ച് 14 ഇരട്ടിയൊക്കെ ഉപയോഗം കൂടിയ സ്ഥലങ്ങളുണ്ട്. അവിടെ ഒരു ചെറിയ നിയന്ത്രണം വേണ്ട വരുന്ന ഇത്രയേ ഉള്ളൂ. ഓരോ ട്രാൻസ്ഫറിൻ്റെ കീഴിലും ഓരോ സബ്സ്റ്റേഷൻ്റെ കീഴിലും ആയിരിക്കും മോണിറ്ററിങ് നടത്തുക. പാലക്കാടില്ല, മണ്ണാർക്കാട് സൈഡാണ്, ഒറ്റപ്പാലത്തിൻ്റെ സൈഡാണ് നമുക്ക് ഷോർട്ടേജ് ഉള്ളത്. അവിടെയാണ് ചെറിയൊരു നിയന്ത്രണം കൊണ്ടുവരേണ്ടത്. അത് ഈ പറഞ്ഞ പോലെ സഹകരിച്ചാൽ നമുക്കതൊക്കെ ഒഴിവാക്കാൻ പറ്റും. നിയന്ത്രണമില്ല, ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് അത് അവർ അനുസരിക്കുന്നുണ്ട്. പിന്നെ നിയന്ത്രണം എന്നുള്ളൊരു വാചകമല്ല, സ്വയം അവർ നിയന്ത്രിച്ചാൽ നിയന്ത്രണം ഒഴിവാക്കാം. ഈ മേഖല തിരിച്ചുള്ള ഗുണം ചെയ്തു എന്നുള്ളതാണ്. അല്ല, ഓരോ ഡെപ്യൂട്ടി സിമാരുടെയും കൺട്രോളിൽ എത്ര കൂടുതലുണ്ടെന്ന് അവർക്കല്ലേ അറിയുള്ളൂ. ഇപ്പോൾ 100 യൂണിറ്റ് വരേണ്ട ഇവിടെ 500 യൂണിറ്റ് ആവശ്യപ്പെടുന്നവിടെയല്ലേ നമുക്ക് ഈ തർക്കമുള്ളൂ. അല്ലാത്തവിടെ ഈ കുഴപ്പമേ വരില്ലല്ലോ. ഇപ്പോൾ നമ്മൾ 1000 മെഗാവാട്ടേ നമ്മുടെ കയ്യിലുള്ളൂ, ബാക്കിയെല്ലാം പുറത്തുനിന്ന് വരികയാണല്ലോ. 20% നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം പുറത്തുനിന്ന് വാങ്ങുകയല്ലേ. അതിലും അവരും ഇപ്പോൾ ടൈറ്റ് വരാൻ തുടങ്ങി. ഇപ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ പീക്ക് അവറിലൊക്കെ നമ്മൾ 8 രൂപ തൊട്ട് 20 രൂപ വരെയാണ് മേടിക്കുന്നത്. നമ്മളെന്താ തകരാറിച്ച്, നമ്മൾ ഉൽപ്പാദന മേഖലയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കാത്ത കുറേ കാലമായി ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ മേടിച്ചിങ്ങനെ പോകുക എന്നുള്ളതാണ്. 3000 TMC വെള്ളമുണ്ട്, നമ്മൾ 300 TMC ഉപയോഗിക്കുന്നുള്ളൂ. ഇടുക്കിയിൽ നമുക്ക് 55 പൈസയേ വരുള്ളൂ. അത് വരുമ്പോഴാണ് നമ്മൾ 8 രൂപ തൊട്ട് 20 രൂപ വരെ പീക്ക് അവറിൽ മേടിക്കേണ്ട ഒരു സ്ഥിതി. നമുക്ക് ധാരാളം സാധ്യതയുണ്ട്. അതിന് നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ വേണം. എന്താ വെച്ചാൽ അതിലേറ്റവും തടസ്സം നിൽക്കുന്നത് മീഡിയയാണ്. എന്താ കാരണം വെച്ചാൽ, ഒരാളൊരു ബാഗം തൂക്കി നിങ്ങളുടെ ഓഫീസിൽ വന്നാൽ മൃഗങ്ങൾക്ക് കിഴക്കും പടിഞ്ഞാറും പോകാൻ തടസ്സമുണ്ടെന്ന് പറഞ്ഞാൽ അതൊരു വാർത്തയാക്കി കൊണ്ടുവന്ന് ആ പ്രോജക്റ്റ് നിൽക്കുക. ഇപ്പോൾ കുരിയാർകുറ്റി ഇവിടെ വന്നു, എല്ലാ പണിയും കഴിഞ്ഞും ഈ ജനറേഷൻ കൊണ്ട് വച്ച ശേഷം എന്താ തടസ്സം അറിയും, മൃഗങ്ങൾ കിഴക്കും പടിഞ്ഞാറും പോകാൻ വരുന്നു, തടസ്സമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആ പ്രോജക്റ്റ് നിന്നത്. നമുക്ക് മറ്റൊരു സംസ്ഥാനത്തും ഇങ്ങനെ ഇല്ല. നമ്മൾ അങ്ങനെ അത് വാർത്ത വലിയ പ്രാധാന്യം കൊടുക്കും, ആ പ്രോജക്റ്റ് നിൽക്കുന്നൊരവസ്ഥ. അതൊക്കെ നമ്മളിപ്പോൾ അത് അനുഭവിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇനിയെങ്കിലും അപ്പോൾ അതിനുവേണ്ടി ഇന്നലെ ഞങ്ങൾ യോഗം കൂടി ഈ ഹൈഡ്രോ പ്രോജക്റ്റുകളിന് ഒരു പ്രത്യേക റിവ്യൂ നടത്തി അത് എത്രയും വേഗം ഈ വർഷം ഈ ജൂൺ ജൂലൈയിൽ അടക്കം പൂർത്തിയാക്കേണ്ട ഒരു കൃത്യമായ ഒരു ചാർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അടുത്ത കൊല്ലം ഒരു വലിയ വിഷമം വരാതെ കഴിക്കാൻ പറ്റും. നമ്മൾ ഈ നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരുമ്പോഴും ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഈ വഴിവിളക്കുകൾ രാവിലെ 7:45-8 മണി വരെ പ്രവർത്തിക്കുന്നുണ്ട്. അതിലൊക്കെ ഒരു നിയന്ത്രണം കൊണ്ട് അത് പഞ്ചായത്തുകാരാണ്, അത് തദ്ദേശ സ്വയംഭരണമാണ് നോക്കേണ്ടത്. നിങ്ങൾ പറഞ്ഞ് ശ്രദ്ധയിൽപ്പെട്ടിരുന്ന് പഞ്ചായത്ത് വകുപ്പിനോട് ഒന്ന് ബന്ധപ്പെടാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. ആരാ എൻ്റെ അടുത്ത് പറഞ്ഞു, 2 ദിവസം നെന്മാറയിൽ ഇന്നലെ കത്തിയത് ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു. അത് തദ്ദേശ ഭരണ വകുപ്പും നമ്മുടെ ഇലക്ട്രിസിറ്റിയും കൂടി ഒന്ന് ആലോചിച്ചിട്ട് നിയന്ത്രണം കൊണ്ടുവരും. പിന്നെ പകൽ നമുക്ക് കുറവില്ല, രാത്രി മാത്രമാണ് നമുക്ക് കുറവുള്ളത്. അതാണ് അതിൻ്റെ പ്രശ്നം. രാത്രി മാത്രമേ പ്രശ്നമുള്ളൂ. അത് നേരത്തെ 6 മണി തൊട്ട് 9 മണി വരെ ആയിരുന്നു നമുക്ക് പീക്ക് അവറിൽ. ഇപ്പം അത് മാറി 10 മണി തൊട്ട് 2 മണി വരെയാണ്. വെച്ചാൽ ഈ സോളാർ വന്നപ്പോൾ AC ഉപയോഗിക്കുന്നതിൻ്റെ രീതിയെ മാറി. 6 ഇരട്ടിയും 10 ഇരട്ടിയൊക്കെയാണ് AC വർധനവ് വന്നിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ സ്വയം എല്ലാവരും ഒന്ന് നിയന്ത്രിക്കണ്ടേ, അങ്ങനെ സഹകരിക്കണം എന്നാണ് എനിക്ക്.
ഇല്ല, അതിലിപ്പോൾ കുറേ കരാറ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. കുറേ കരാറ് വെച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ കണക്ക് വേറെ ഉണ്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇപ്പോൾ അടുത്ത ജൂൺ വരെയുള്ള കരാറുകൾ നമുക്കിപ്പോൾ പക്ഷേ അപ്പോഴേക്കും മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ലാണ്ട് കൊണ്ട് പോകും. അത് നിങ്ങളുടെ ഒരു സഹകരണം വേണമെന്നാണ്. വലിയ പ്രതിസന്ധി കുറഞ്ഞു. ശരിക്കും നല്ല പ്രതിസന്ധിയെ കുറഞ്ഞു. ആളുകൾ സ്വയമായിട്ട് തന്നെ ചെയ്യാനുള്ളൊരു താല്പര്യം കാണിക്കാൻ തുടങ്ങി. അതിനൊരു പ്രത്യേകം അവരോടൊക്കെ നന്ദി പറയണം കേട്ടോ ഈ സമയത്ത്. അല്ല, അത് നമുക്കൊരു 15 ദിവസം, നാളെ ഞങ്ങൾ റിവ്യൂ വീണ്ടും നടത്തുന്നുണ്ട് ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ. അത് കഴിഞ്ഞ് ഒരു 15 ദിവസം കൊണ്ട് നമുക്കൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രശ്നങ്ങൾ തീരും. ഈ ഉപയോഗമൊക്കെ മേലും ഒരു മഴ പെയ്യുമെന്നാണ് പ്രതീക്ഷ. പെയ്തില്ലെങ്കിൽ ദുരന്തം വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് പറയാൻ പറ്റില്ല. ആ സമയത്ത് ആലോചിക്കാം നമുക്ക്.